ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർമലി ഉള്ളൊരു വീഡിയോ ആയിട്ടല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒത്തിരി വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്ത സമയത്ത് ഞാൻ മാർക്കറ്റിൽ ആ മാർക്കറ്റ് എങ്ങനെ നമ്മുടെ ടെക്നിക്കൽ പാറ്റേൺസിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതൊന്ന് നോക്കി. പക്ഷേ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് യൂഷ്വലി ഞാനങ്ങനെ ഒരു ടെക്നിക്കൽ പാറ്റേൺസ് ഓറിയൻറ്റഡ് ട്രേഡ് ചെയ്യാറില്ല, ഇന്നും അങ്ങനെ ട്രേഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ നിയറായിട്ട് നമ്മുടെ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ, അതുപോലെ തന്നെ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒന്ന് നോക്കുന്നത് കൊണ്ട്, ഒരു സ്വിംഗ് ട്രേഡിന് വേണ്ടി നോക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ഇൻട്രാഡേയിൽ ഇന്നത്തെ എക്സ്പയറി ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ, ഈ പറയുന്ന പാറ്റേൺസ് നമ്മുടെ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ, അതുപോലെ തന്നെ റേസിംഗ് സപ്പോർട്ട് ലൈന്, റേസിംഗ് ഹയർ ഹൈസ്, റേസിംഗ് ലോവർ ലോസ്, ഇങ്ങനെയുള്ള പാറ്റേൺസൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. ആ പാറ്റേൺസ് എല്ലാം ഞാൻ നോക്കിയത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ആ ചാർട്ടിൽ ആ പാറ്റേൺസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെയധികം മാർക്കറ്റ് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കണ്ടു. എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല, പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ അത് കണ്ടു. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചാലും ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. നിങ്ങൾ കുറേ കാലം ഒന്ന് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് നോക്കൂ, കുറേ കാലം മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്ത് നോക്കൂ. അങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, പക്ഷേ സ്ട്രാറ്റജീസിനേക്കാൾ കൂടുതൽ നമ്മുടെ ട്രേഡിംഗ് ഡിസിപ്ലിനും നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജിയും വളരെ വലിയൊരു ഫാക്ടറാണ്. സ്ട്രാറ്റജിയും വലിയ ഫാക്ടർ തന്നെയാണ്, പക്ഷേ 100% സ്ട്രാറ്റജി ഒരു ഫാക്ടറല്ല. ഒരു 50% സ്ട്രാറ്റജിയും 50% നമ്മുടെ ഡിസിപ്ലിനും സൈക്കോളജിയും കൂടെ ചേരുമ്പോഴാണ് നമ്മളൊരു വിന്നിങ് ട്രേഡറായി മാറുന്നത്. അപ്പോൾ പാറ്റേൺസിനെ യൂസ് ചെയ്ത് മാർക്കറ്റിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് ടൈം ചെയ്യാൻ ഉള്ള സ്കോപ്പുണ്ട്, ഡെഫിനറ്റ്ലി ആ ഒരു സ്കോപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മൂവ് ചെയ്തു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ടുണ്ട്. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ലൈൻ ഗ്രാഫാക്കി ഇട്ടേക്കാണ് ഇവിടെ. ലൈൻ ഗ്രാഫ് ആകുമ്പോൾ ഓരോ 5 മിനിറ്റ്സിൻ്റെ ക്ലോസിൽ എന്നുള്ള ബേസിലാണ് ഞാൻ ഈ ലൈൻ ഗ്രാഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റീപ്ലേ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് മാർക്കറ്റ് ആക്ച്വലി അതിനകത്ത് വർക്കായത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. ഞാൻ ഓരോരോ പോയിന്റ്സ് ആയിട്ട് മൂവ് ചെയ്യാണ്. മാർക്കറ്റ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 920 ആയപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് വന്നു. അത് കഴിഞ്ഞ് അതൊരു ചെറിയ സപ്പോർട്ട് പോലെ അവിടെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒന്ന് റൈസ് ചെയ്തു മാർക്കറ്റ്. ഇത് ഒരു അറൗണ്ട് ഒരു 9:40 ആയപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ മാർക്കറ്റ് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്തിട്ട് മാർക്കറ്റ് അതിൻ്റെ ആ സമയത്തുള്ള ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി. ഇതുവരെ മാർക്കറ്റിൽ പറയേണ്ടതായിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺ ഇല്ല. അത് കഴിഞ്ഞ് കണ്ടേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കണ്ടേ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് ഒരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മളോട് റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ഇനി മേ ബി ഈ ഒരു പാറ്റേൺ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിക്ക് ചെയ്യാം എന്ന് ആലോചിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഇത് ഹൈ റിസ്ക് ആണ് ഇപ്പോഴുള്ള മാർക്കറ്റ് സിറ്റുവേഷനിൽ. കാരണം മാർക്കറ്റ് ആൾറെഡി മൂവ് ചെയ്തു ഒത്തിരി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഒരു കൺസോളിഡേഷൻ വരുന്ന സമയത്ത് ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു കൺസോളിഡേഷൻ വന്നു. കൺസോളിഡേഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൺസോളിഡേഷൻ വന്നു, പിന്നെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു മാർക്കറ്റ്, പിന്നെയും കൺസോളിഡേറ്റ് ചെയ്തു മാർക്കറ്റ്. ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ. അപ്പോൾ ഇവിടെ ഒരാൾ എൻട്രി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അയാൾ ഈ പാറ്റേൺ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഈ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലോസ് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഇനിയും ഇവിടെയും ഇതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ട്രെൻഡ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണോ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരാൾ എൻട്രി എടുത്തു. അയാൾ ഉദ്ദേശിക്കുന്നത് ഹയർ ഹൈസ് ഹയർ ലോസ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് അയാൾ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കണ്ടോ, ഹയർ ലോസ് അവിടെ ക്രിയേറ്റ് ചെയ്തില്ല. അതിന് പകരം പാറ്റേണിന്റെ ബിഹേവിയർ ഷിഫ്റ്റായി. പാറ്റേൺ ബിഹേവിയർ ഷിഫ്റ്റാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പാറ്റേൺ ബിഹേവിയർ ഷിഫ്റ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യത്തില്ല. എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആണ് അവിടെ ചെയ്യേണ്ടത്.
അയാൾക്ക് അങ്ങനെ ഒരു ഹൈ റിസ്ക് ട്രേഡർ ആണെങ്കിൽ പോലും ഹൈ റിസ്ക് ട്രേഡറിന് പോലും അവിടെ പെട്ടെന്ന് വലിയ റിസ്കുകളൊന്നും ഉണ്ടാവാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. കാരണം ഇവിടെ ഹയർ ലോസ് പാറ്റേണിന് പകരം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈയേക്കാളിലും ഏകദേശം ഈക്വലോ അല്ലെങ്കിൽ കുറച്ച് താഴെയോ എന്നുള്ള രീതിയിലാണ് അടുത്ത ഒരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്, പുതിയ പാറ്റേൺ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഈ ഡബിൾ ടോപ്പ് പാറ്റേൺ എസ്പെഷ്യലി ഒരു റൈസിന് ശേഷം വരികയാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇവിടെ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റഡിക്ക് വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹയർ ഒരു ഡബിൾ ടോപ്പ് എന്നുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും ബേസിക്കലി അതിന്റെ ഒരു കൺഫർമേഷൻ വരുന്നത് ഈ പറയുന്ന സ്വിംഗ് ലോ അതിന്റെ ഈ ഒരു നെക്ക് ലൈനിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു താഴോട്ടൊരു സെൽ പൊസിഷൻ എടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണ് അത് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. വെയിറ്റ് ചെയ്യാണ്, മാർക്കറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് ഇപ്പൊ ഏകദേശം ആ ഒരു ലൈനിന്റെ അടുത്ത് സപ്പോർട്ട് എടുക്കുന്ന പോലെ നിൽക്കുവാണ്. കണ്ടോ, ആ ലൈനിൽ അവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ്. മാർക്കറ്റ് അത് ശരിക്കും ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു പെട്ടെന്ന് മാർക്കറ്റ് അതിനെ ക്ലോസ് ചെയ്തിട്ട് അത് ക്ലോസും ചെയ്തു. ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞുണ്ടോ എത്ര ഫാസ്റ്റ് ആയാണ് മൂവ് ചെയ്തിരിക്കുന്നതെന്ന്. അത് ക്ലോസ് ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഇവിടെ വന്നു. നമ്മൾ ഇവിടെ ഒരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ബേസിക്കലി അയാൾക്ക് അവിടെ പ്രോഫിറ്റബിൾ ആണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും താഴോട്ട് തന്നെ മൂവ് ചെയ്യുവാണ്. ഈ പാറ്റേൺ മേ ബി ഒരു 1:2 ഒക്കെ റിസ്ക് റിവാർഡിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ് ഇവിടെ ഉള്ള ഒരു ട്രേഡ്, 1:2 റിസ്ക് റിവാർഡിൽ. പിന്നെ അത് ഒരു സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പാറ്റേൺ സക്സസ്ഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ആയി. ഇനി അടുത്ത ഒരു പാറ്റേൺ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മാർക്കറ്റ് വീണിട്ട് പിന്നെ മൂവ് ചെയ്തു, പിന്നെ അതിന്റെ ലോ പിന്നെയും ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യുവാണ്. എന്നാലും അവിടെ ഒരു പാറ്റേൺ ആയിട്ട് ലോ ബ്രേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, ഒരു ഹയർ ലോസ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പാറ്റേൺ ബേസിക്കലി ഞാൻ നോക്കുന്ന പാറ്റേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മേ ബി ഡബിൾ ബോട്ടം ആവാം, അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് ആവാം, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറോ ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറോ, ഇങ്ങനെയുള്ള പാറ്റേൺസ് ആണ്. ഇവിടെ ഏകദേശം ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പോലെ ഒരു പൊസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെയുണ്ട്, ഇൻവെർട്ടർ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പോലെ ഒരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ആ ഹെഡ് ആൻഡ് ഷോൾഡർ വർക്ക്ഔട്ട് ആയോ എന്നുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയി. ഇത്ര ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ വന്നിരിക്കുന്ന ഒരു ഡൗൺ ട്രെൻഡിന് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേൺ ആണ്. ഇതിന്റെ നെക്ക് ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിന്റെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഈ നെക്ക് ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് മാർക്കറ്റ് ഇനി മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ പക്ഷെ അത് ബ്രേക്ക് ചെയ്യണം, ഡിസീസീവ് ആയിട്ട് തന്നെ മാർക്കറ്റ് തന്നെ ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അത് കയറിപ്പോകാൻ ചാൻസ് ഉള്ളൂ. നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്തത് ഈ ലൈനാണ്, ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ട് ലൈനെയാണ് ബ്രേക്ക് ചെയ്തത്, ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്. അതുപോലെ ഉള്ളൊരു നെക്ക് ലൈനാണ് ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറിൽ. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. മാർക്കറ്റ് ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു സൈഡ് വേസിലൊരു മൂവ്മെന്റ് ആയി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ട്രെൻഡിങ് മാർക്കറ്റ് അല്ലാതെ ട്രേഡിംഗ് മാർക്കറ്റിലോട്ട് പോകണം. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്തില്ല, അവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴ്ത്ത് വന്നിരിക്കുകയാണ്. മാർക്കറ്റ് കംപ്ലീറ്റ് ആയി, അതായത് 330 ആയി. മാർക്കറ്റ് ശരിക്കും ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ ഒരു ഹയർ ഹൈസ് ഹയർ ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് കയറിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഡബിൾ ടോപ്പിന്റെ കൺഫർമേഷൻ വന്നു. മാർക്കറ്റ് അറൗണ്ട് ഒരു 1:2 എന്നുള്ള രീതിയിൽ റിസ്ക് റിവാർഡിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആയി. ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറിന് കൺഫർമേഷൻ മാർക്കറ്റ് തന്നില്ല, പകരം മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇതുകൊണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മാർക്കറ്റ് അതിന്റെ ടെക്നിക്കൽസിനെ ഫോളോ ചെയ്തിരിക്കുന്നതെന്ന്, അതുപോലെ പ്രൈസ് ആക്ഷനെയും ഫോളോ ചെയ്തിരിക്കുന്നത് നോക്കി നോക്കൂ. എല്ലാ ദിവസവും ഇതുപോലെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇത് വിന്ന് ചെയ്യാം, ചില ദിവസങ്ങളിൽ വിന്ന് ചെയ്യാതിരിക്കാം, അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു റിസ്ക് റിവാർഡും ഫോളോ ചെയ്യുകയാണെങ്കിൽ, അറൗണ്ട് ഒരു 1:2 പോലുള്ള റിസ്ക് റിവാർഡ് എല്ലാം ഫോളോ ചെയ്യുകയാണ്, കുറച്ചൊന്ന് കൺസർവേറ്റീവ് ആയിട്ടും കൂടെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺസ് മാത്രം യൂസ് ചെയ്താൽ മതി, വളരെയധികം യൂസ്ഫുൾ ആണ്. പക്ഷെ ഈ പാറ്റേണിന്റെ കൂടെ മേ ബി റെസിസ്റ്റൻസും സപ്പോർട്ട് ലെവൽസും കൂടെ നോക്കണം. പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പാറ്റേൺസ് ട്രേഡ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്.
ഫോർ എക്സാമ്പിൾ അതിന്റെ ലെവൽസ് നോക്കാം, എവിടെയാണ് റെസിസ്റ്റൻസ് ലെവൽ ഉള്ളത്, എവിടെയാണ് സപ്പോർട്ട് ലെവൽ ഉള്ളത്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ പാറ്റേൺ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അത് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും അത് പ്രീവിയസ് ഡേയുടെ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്വിങ്ങിന്റെ ഹൈയോ ലോയോ ഒക്കെ ആവാം. അപ്പൊ ഈ പാറ്റേൺസിനെ അടുത്ത് വെച്ചിട്ട്, അതായത് ഈ റെസിസ്റ്റൻസും സപ്പോർട്ടിനെ അടുത്ത് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂഷൻ പാറ്റേണോ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേണോ ഉണ്ടാവുന്നു നോക്കുക. അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ അതൊരു കുറച്ചും കൂടി ഒരു വലിയൊരു കൺഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. ഈ ഒരു മെത്തേഡ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓരോ ദിവസവും ഇതുപോലെ മാർക്കറ്റിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള സ്റ്റോറി പറ്റുമെങ്കിൽ ഞാനൊന്ന് പറയാൻ നോക്കാം. ഓക്കെ, ബൈ ബൈ.